നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വീണ വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം റൌഡികളുടെ കയ്യിലാണെന്ന് ജി സുധാകരൻ MLA. അതിജീവനത്തിന്റെ ആത്മകഥയുമായി ആലപ്പുഴ ഗോൾഡൻ ഫെസ്റ്റിൽ ഇന്നസെന്റ്. കുട്ടനാടിന്റെ കുടിവെള്ള സ്വപ്നമായ നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അവസാന മിനുക്കുപണിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഭരണം റൌഡികൾ പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. അതുപോലെ തന്നെ മൊറാർജി ദേശായി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നെ ചരൺ സിംഗ്, ദേവഗൌഡ, അല്ലെങ്കിൽ മറ്റേ ഇയാള് പ്ലാനിംഗ് ബോർഡിൽ നിന്ന് പ്ലാനിംഗ് കമ്മീഷൻ വന്ന് നമ്മുടെ ഗുജറാള്, പിന്നെ നമ്മുടെ റാവു, ഇപ്പൊ നമ്മുടെ മൻമോഹൻ സിംഗ്, ഇങ്ങനെയൊക്കെയുള്ള ജെന്റിൽമാൻമാരെയാണ് കണ്ടിട്ടുള്ളത്. ഇതൊരു ഗുസ്തിക്കാരൻ. അങ്ങനെ സ്റ്റേജ് നിന്നിട്ട് അങ്ങോട്ടും തിരിഞ്ഞുള്ള ആ ഒരു രീതി ഒന്ന് കാണണം. എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി ഞാൻ ആലോചിക്കുക. പാർട്ടി അടിസ്ഥാനത്തിൽ പറയുകയല്ല, ഒരു മുഖ്യമന്ത്രിയുടെ അന്തസ്സ്, ഒരു വ്യക്തിത്വം, ഒരു ഭാവന, സംസാര ശൈലിയാണോ? അല്ല. ഇന്ത്യൻ ഭരണകൂടം റൌഡികൾ പിടിച്ചെടുക്കാൻ പോവുകയാണ്. റൌഡികൾ പിടിച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിന് കൂട്ടുനിൽക്കുകയാണ്. ഇന്ത്യയിൽ മതനിരപേക്ഷ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യ കേരളത്തിലുണ്ടാവും, ഇന്ത്യയിലില്ല. ചരിത്രങ്ങളെ മൂടിവെക്കുകയാണ്. സർവജന സൗഹൃദമാണ് ഈ രാജ്യത്ത്. നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇതിന് കൂട്ടുനിൽക്കുകയാണ്. മതനിരപേക്ഷ വിദ്യാഭ്യാസം കേരളത്തിലേതുപോലെ മറ്റൊരു സംസ്ഥാനത്തും നിലനിൽക്കുന്നില്ല. വിദ്യാഭ്യാസമാണ് ഒരു ജനതയുടെ ഗതി നിർണ്ണയിക്കുന്നത്. പലിശ കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കാശുണ്ടാക്കാൻ മാത്രം ഉതകുന്നതാണ്. ഇതിനെതിരെ കലാസാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ ഒന്നിക്കണമെന്നും ജി സുധാകരൻ പറഞ്ഞു. ആലപ്പുഴ ആര്യാട് നോർത്ത് UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. TD മെഡിക്കൽ കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗോൾഡൻ മെഡി ഫെസ്റ്റിന് സമാപനമായി. 2 ദിവസങ്ങളിലായി നടന്നുവന്ന ഫെസ്റ്റിൽ 40,000-ലേറെ രോഗികൾ ചികിത്സ തേടിയെത്തി. സമാപന ദിവസമായ ഞായറാഴ്ച ക്യാൻസർ രോഗത്തെ അതിജീവിച്ച ഇന്നസെന്റ് രോഗവിമുക്തി നേടിയ കഥ വിശദീകരിച്ചു. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രത്യേക കാര്യം എനിക്ക് മനസ്സിലായ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ, ആയുർവേദവും ഹോമിയോപ്പതിയും പ്രകൃതി ചികിത്സയും എന്തൊക്കെ സംഘടിപ്പിക്കുക, ഇതൊക്കെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ കാലം മാറിക്കഴിഞ്ഞു. നമുക്ക് നമ്മുടെ നാട്ടിലല്ലാത്ത രാജ്യങ്ങളിലൊക്കെ അവർക്ക് ചികിത്സിക്കാൻ മരുന്ന് ഗവൺമെന്റിൽ നിന്ന് കിട്ടും, ഡോക്ടറെ കാണാം, ഇതിനൊക്കെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അസുഖം വന്നാൽ നമുക്ക് പ്രശ്നമില്ല. അതുവരെ ഉണ്ടാക്കിയ പൈസ മുഴുവനും പോയി വീടും പറമ്പും വിറ്റ് കഴിയുമ്പോൾ ഇയാൾ പോകും. രോഗം വന്നാൽ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടാതെ ചികിത്സ തേടണമെന്ന് ഇന്നസെന്റ് പറഞ്ഞു. 9 ലക്ഷത്തോളം രൂപയുടെ മരുന്നുകളാണ് മേളയിൽ സൗജന്യമായി വിതരണം ചെയ്തത്. ഫെസ്റ്റിലെത്തിയ രോഗികൾക്ക് തുടർ ചികിത്സയ്ക്കുള്ള സൗകര്യം മെഡിക്കൽ കോളേജിൽ ക്രമീകരിച്ചിട്ടുമുണ്ട്. മേളയുടെ സമാപന ദിവസം 100 പേർക്ക് വീൽചെയറും 50 പേർക്ക് വാട്ടർ ബെഡും വിതരണം ചെയ്തു. നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ അവസാന മിനുക്കുമണികൾ പുരോഗമിക്കുന്നു. കുട്ടനാട്ടുകാരുടെ കുടിവെള്ള പ്രതീക്ഷകളുടെ അവസാന വാക്കാണ് നീരേറ്റുപുറം വാട്ടർ പ്ലാന്റ്. 14 MLD ജലം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ളതാണ് ഈ പ്ലാന്റ്. 1 MLD എന്നത് 10 ലക്ഷം ലിറ്റർ ആണ്. ഈ മാസം 23-ാം തീയതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അറിയിച്ചത് ജനങ്ങളിൽ ആശ്വാസം പകരുന്നു. അതോടൊപ്പം വർഷങ്ങളോളം പഴക്കമുള്ള പൈപ്പ് ലൈനുകളിലൂടെയുള്ള ശുദ്ധജല വിതരണം എത്രമാത്രം കാര്യക്ഷമമാകുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നു. കുട്ടനാട്ടുകാർക്ക് വേണ്ടി നിർമ്മിച്ച ട്രീറ്റ്മെന്റ് പ്ലാന്റായ കറ്റോട് ജലവിതരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്താതെ തന്നെ നീരേറ്റുപുറം പ്ലാന്റിലൂടെയുള്ള ജലവിതരണം സാധ്യമാക്കണം. എങ്കിൽ മാത്രമേ കുട്ടനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും ജലം എത്തുകയുള്ളൂ.
റേഷൻ കടക്കാർ തിങ്കളാഴ്ച കടകളടച്ച് കുട്ടനാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രകടനവും ധർണയും നടത്തും. മങ്കൊമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം MN ചന്ദ്രപ്രകാശ് ഉദ്ഘാടനം ചെയ്യും. പാചകവാതക സിലിണ്ടറുകൾ കൃത്യമായി ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് എണ്ണ കമ്പനികൾ ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ. ജില്ലയിലെ പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കളക്ടറേറ്റിൽ കൂടിയ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ കാലതാമസമുണ്ടാകുന്നെന്ന് വ്യാപക പരാതിയുണ്ട്. വിതരണത്തിലെ കാലതാമസവും പരാതികളും പരിഹരിക്കാൻ ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ ഏജൻസികൾ പ്രത്യേക പരിശോധന നടത്തും. വിതരണത്തിൽ വീഴ്ച വരുത്തുന്ന ഏജൻസികളെ നിരീക്ഷിക്കണം. ആവശ്യമെങ്കിൽ നടപടിയെടുക്കണം. പരാതിയുള്ള ഏജൻസികളിൽ കമ്പനി പരിശോധന നടത്തണം. കായംകുളത്തടക്കം കൂടുതൽ ഉപയോക്താക്കളുള്ള മേഖലയിൽ കൂടുതൽ ഏജൻസികൾ അനുവദിച്ച് ഉപയോക്താക്കളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കൈനടി സെന്റ് മേരീസ് നഴ്സറി സ്കൂളിലെ വാർഷിക ദിനാഘോഷവും രക്ഷകർതൃദിനവും ഞായറാഴ്ച നടന്നു. കൈനടി പള്ളി പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനം മോർകുളങ്ങര AKM പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എമിലി തെക്കേത്തെരുവിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെയുള്ള ഇത്രയും കുട്ടികളുടെ മാതാപിതാക്കളുടെ ഇടയിലുള്ള റേഷ്യോ എന്നെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, അമ്മമാരുടെ ആ റേഷ്യോ ഈക്വലായിട്ട് അപ്പന്മാരുടെ കോൺട്രിബ്യൂഷൻ ഇല്ല. മാതാപിതാക്കളുടെ രണ്ടുപേരുടെയും കടമയാണ് മക്കളെ വളർത്തുക എന്നുള്ളത്. നമ്മളൊരു തെറ്റിദ്ധാരണയുണ്ട് പലപ്പോഴും, പിതാക്കള് പുറത്തൊക്കെ പോയി സമ്പാദിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് വെച്ച് അമ്മ വീട്ടുഭരണങ്ങളൊക്കെ നടത്തണം, കുഞ്ഞുങ്ങളെ വളർത്തണം, പാത്രം കഴുകണം, അടുക്കളപ്പണി ചെയ്യണം. ഓക്കെ, അതൊക്കെ സത്യമാണ്. പക്ഷെ ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നതില് അപ്പനും അമ്മയ്ക്കും ഒരേ പങ്കാളിത്തമാണുള്ളത്. കുട്ടി കുസൃതക്കേടുകൾ കാണിക്കുമ്പോൾ അമ്മ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് പറയാറുണ്ട്, നിങ്ങളുടെ തന്നെ സന്താനം. അപ്പൻ ദേഷ്യപ്പെട്ട് പറയാറുണ്ട്, നിന്റെ തന്നെ മോൻ. ആദവും ഹവ്വായും പരസ്പരം വിരൽ ചൂണ്ടിയതുപോലെ വിരൽ ചൂണ്ടുന്ന ഒരു സമൂഹത്തിലേക്കല്ല നമ്മളൊക്കെ വരേണ്ടത്. കൈനടി പള്ളി വികാരി ഫാദർ ബിനീഷ് ഏറത്തേടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ സിബിച്ചൻ തറയിൽ, PTA പ്രസിഡന്റ് ജോയ് ജോസഫ്, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സിസ്റ്റർ അനീറ്റ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന കയർ ക്രാന്തി എക്സ്പ്രസ് പര്യടന വാഹനം ഫെബ്രുവരി 10 വൈകിട്ട് 5 ആലപ്പുഴ നഗര ചത്തുരത്തിൽ എത്തും. തെറ്റായ ജീവിതചര്യകളാണ് ക്യാൻസറിന് മുഖ്യ കാരണമെന്നും ഇതൊഴിവാക്കിയാൽ രോഗത്തെ അകറ്റി നിർത്താൻ കഴിയുമെന്നും ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് സുവർണ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഡിഫെസ്റ്റിനോടനുബന്ധിച്ച് EMS സ്റ്റേഡിയത്തിൽ ക്യാൻസറിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു വിദഗ്ധർ. ക്ഷീര കർഷകർക്കുള്ള കാലിത്തീറ്റ സബ്സിഡി വർദ്ധിപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കോട്ടയം കൂർപ്പന്തറയിൽ സംസ്ഥാന ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെയുള്ള സബ്സിഡി വിതരണത്തിന്റെയും മാഞ്ഞൂർ ഡയറി പ്ലാന്റിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി,
സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ഇന്ത്യയുടെ ദേശീയ വളർച്ച 8-9% രേഖപ്പെടുത്തുമ്പോൾ അതിലും എത്രയോ താഴെയാണ് കാർഷിക മേഖലയുടെ വളർച്ച. ഒരേക്കർ നെൽകൃഷിയുള്ള കർഷകർ ഒരു കൃഷി മാത്രം ചെയ്താൽ ലഭിക്കുന്ന അറ്റാദായം തുലോം കുറവാണ്. പല പ്രതികൂലതകളെയും അതിജീവിച്ചാൽ മാത്രം കിട്ടുന്ന വരുമാനമാണിത്. ഒരേക്കർ കൃഷിയുള്ള ആളിന് കൃഷിയിൽ നിന്നുള്ള വരുമാനം തുച്ഛമാണ് എന്ന് സാരം. ഒരു സാധാരണ തൊഴിലാളിക്ക് പോലും ദിവസേന 500 രൂപ വരുമാനമുള്ള നാട്ടിലാണ് കർഷകർക്ക് ഈ ദുർഗതി. കാർഷിക മേഖലയിലെ പഴയതും നിലനിൽക്കുന്നതുമായ പ്രശ്നങ്ങൾക്ക് പുതിയ കാലത്തിന്റെ നിർദ്ദേശങ്ങളാണ് ആവശ്യം. ഒരു പ്രശ്നം ആദ്യമായി ഉണ്ടാകാൻ കാരണമായ അതേ മനോഭാവവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ആ വിഷയത്തെ പരിഹരിക്കാൻ സാധ്യമല്ല. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണമായ മനോഭാവവും പദ്ധതി രൂപവൽക്കരണവും മാറേണ്ടിയിരിക്കുന്നു. 60 വർഷത്തോളമായി കൃഷിക്കായി നാം പണിത ഡാമുകളും വളം നിർമ്മാണ ഫാക്ടറികളും വർധനവില്ലാത്ത കാർഷിക സബ്സിഡികളും വീണ്ടും ഉപയോഗിച്ച് ഈ മേഖലയിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാനാവില്ല. കർഷകന് മാന്യമായി ജീവിക്കാൻ ആവശ്യമായ ന്യായവില അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് രാഷ്ട്രം ഉറപ്പു നൽകേണ്ടതുണ്ട്. കൈനകരി വാഴ്ത്തപ്പെട്ട ചാവറ പിതാവിന്റെ 209ാമത് തിരുനാളിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന ദിവ്യബലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഉച്ചയ്ക്ക് നടന്ന ചാവറ അനുസ്മരണ സമ്മേളനത്തിൽ സഭയുടെ ജനറൽ ഡോക്ടർ ജോസ് പന്തപ്ലാം തൊട്ടിയിൽ അധ്യക്ഷത വഹിച്ചു. സീറോ മലബാർ സഭയുടെ വക്താവായ ഫാദർ പോൾ തേവലക്കാട് മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചലച്ചിത്ര പിന്നണി ഗായകൻ ജെറി അമൽദേവ് വിശ്വാസികൾക്ക് സംഗീതാത്മകമായി ആശംസയും സംവിധായകൻ ലാൽ ജോസ് വിശ്വാസികൾക്ക് ചാവറ പിതാവിന്റെ സിനിമ ഒരുക്കുമെന്നും പറഞ്ഞു. ഒരു പൊതു ഭാഷയെ കുറിച്ചാണ് ഞാൻ പറയാറ്. ഭാഷയാണ് നിങ്ങളോർക്കുക. ഞാൻ കവിയെ കുറിച്ച് പറഞ്ഞു. കവിയുടെ ലോകം ഭാഷയുടെ ലോകമാണ്. ജെറി അമൽദേവയുടെ പാട്ട് പാടും. ഈ പാട്ട് ലോകത്തിലെ സകല മനുഷ്യരെയും ഒന്നിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ് സംഗീതം. ആ സംഗീതം കേരളത്തിലെ മനുഷ്യർ ലോകത്തിൽ ഇന്ന് എല്ലാവരും യോജിപ്പിക്കുന്ന ഒരേ ഒരു മാധ്യമമാണ് സിനിമ. ഇതെല്ലാവരെയും എല്ലാ മനുഷ്യരെയും ഒരേ സ്ഥലത്തിൽ ഒരേ വിധത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരു മാധ്യമമാണ്. അതാണ് ഭാഷ. അത് ലാൽ ജോസ് ചെയ്യുന്ന ചിത്രങ്ങളിലൂടെയാണെങ്കിൽ അത് ജെറി അമൽദേവ് ചെയ്യുന്ന സംഗീതത്തിലൂടെയാണ്. പക്ഷെ ചാവറയച്ചൻ ചെയ്തത് മലയാളത്തിലെ മനോഹരമായ ഭാഷയിലൂടെ. ആ ഭാഷയ്ക്ക് എന്ത് വ്യത്യാസം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഒരേ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അച്ഛൻ തന്റെ കുടുംബത്തെ, തന്റെ വീടിനെ 3 പദങ്ങൾ കൊണ്ടാണ് വിശേഷിപ്പിച്ചത്. അത് ബസ്റൗമ എന്ന പദമുണ്ട്. ഔന്നത്യമുള്ള ഭവനത്തെ കുറിച്ചും ഉന്നതങ്ങളിലുള്ള സ്തുതിയെ കുറിച്ചുമായിരുന്നു അദ്ദേഹം എപ്പോഴും ആകുലപ്പെട്ടത്. മാരാമൺ കൺവെൻഷൻ പ്രമാണിച്ച് കൺവെൻഷൻ പ്രദേശത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഫെബ്രുവരി 9 മുതൽ 16 വരെ മദ്യനിരോധനം ഏർപ്പെടുത്തി പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായി. പ്രസ്തുത പ്രദേശത്തെ കള്ള് മദ്യഷാപ്പുകളും ബാറുകളും അവയുടെ കൗണ്ടറുകളും ഈ ദിവസങ്ങളിൽ അടച്ചിടേണ്ടതാണ്. വ്യക്തികൾ മദ്യം ശേഖരിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അബ്കാരി പോലീസ് നിയമങ്ങളിലെ പ്രസക്ത വകുപ്പുകൾ പ്രകാരമാണ് നിരോധനം. ചരമവാർത്തകൾ. പുളിങ്കുന്ന് പോളയിൽ തെക്കേടം ഏലിയാമ്മ വർഗീസ് നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 10:30 പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫെറോന ദേവാലയ സെമിത്തേരിയിൽ. പുളിങ്കുന്ന് കാനാച്ചേരിയിൽ അന്നമ്മ കുര്യൻ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 2:30 പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫെറോന ദേവാലയ സെമിത്തേരിയിൽ. നെടുമുടി തെക്കേമുറി കാരിമുക്കിൽ വീട്ടിൽ സുമതി രാജപ്പൻ 69 വയസ്സ് നിര്യാതയായി. സംസ്കാരം തിങ്കളാഴ്ച 10 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ
ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം റൌഡികളുടെ കയ്യിലാണെന്ന് ജി സുധാകരൻ MLA. അതിജീവനത്തിന്റെ ആത്മകഥയുമായി ആലപ്പുഴ ഗോൾഡൻ ഫെസ്റ്റിൽ ഇന്നസെന്റ്. കുട്ടനാടിന്റെ കുടിവെള്ള സ്വപ്നമായ നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അവസാന മിനുക്കുപണിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.